വെറും വേദനാജനകമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഈ ഓൺ സ്ക്രീൻ സമ്പ്രദായം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അത് ഇന്ത്യയെ പോലുള്ള ഒരു സാഹചര്യത്തിൽ അത് വിഫലമാകുമെന്നും അത് മുതലെടുക്കപ്പെടാൻ സാധ്യതയൊന്നും കത്തയച്ച ആളാണ് ഞാൻ. എന്തുകൊണ്ട് അങ്ങനെ ആശങ്കപ്പെടാൻ കാര്യം ഇവിടെ അതായത് 90 ലക്ഷം പേപ്പറുകളാണ് ഓൺലൈൻ സ്ക്രീൻ എടുത്തത്. പരീക്ഷയുടെ കാര്യം ഞാൻ പറയുന്നത് നീറ്റ് കാര്യം അവർ രണ്ടും പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോ CBSEക്ക് വിദ്യാർത്ഥികൾക്ക് ബന്ധിച്ചിട്ടുള്ള ഭയങ്കരമായ ആഘാതത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതുമൂലം CBSEക്ക് ഇന്ത്യയിൽ വാസ്തവത്തിൽ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. കാരണം അങ്ങനെ ഈ പറഞ്ഞ ഓൺലൈൻ നടത്തിക്കഴിഞ്ഞാൽ 90 ലക്ഷം 1 കോടി പേപ്പറുകളൊക്കെയോളം വന്നു കഴിഞ്ഞാൽ അതിലെന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല ഈ വാലിബേഷനകത്ത് ചിലപ്പോൾ ഒരു കുത്തും കോമയും മാറിക്കഴിഞ്ഞാൽ അർത്ഥം മാറും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് 0 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ആശങ്ക ഉള്ളപ്പോ എന്ന് ഞാൻ അന്ന് കണ്ട് എഴുതി കൊടുത്തതാണ്. എടുത്തില്ല. അതാണ് എന്റെ കൗതുകം. ഇപ്പൊ തെറ്റ് സംഭവിച്ചിരിക്കുന്നു ഇപ്പോഴാണ് സമ്മതിക്കുന്നത്. അന്ന് ഞാൻ CBSE സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അതുപോലെ തന്നെ ഉള്ള ഞാൻ ഇത് കത്ത് വെച്ചതാണ്. അതുകൊണ്ട് വാസ്തവത്തിൽ CBSE വിദ്യാർത്ഥികളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു മാനസികമായ സംഘർഷം പല വലുതാണ്. കാരണം CBSEയുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠന സമ്പ്രദായം ലോകം മുഴുവൻ അംഗീകരിക്കുകയാണ്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയിൽ നിന്ന് വരെ ഇപ്പോൾ കുട്ടികൾ CBSE സ്കൂളുകൾ പഠിച്ച് തിരിച്ചു വന്നിരിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇത് CBSE സമ്പ്രദായത്തിൽ തന്നെ എഴുതാം. കാരണം കേരളത്തിലാണെങ്കിൽ ആകെ ഉള്ള ഈ എൻട്രൻസ് പരീക്ഷകളിൽ ആകെ ഉള്ള വിദ്യാർത്ഥികൾ 10% മാത്രമാണ് CBSE വിദ്യാർത്ഥികളുള്ളത്. പക്ഷെ റിസൾട്ട് വരുമ്പോൾ 70% സീറ്റുകൾ കരസ്ഥമാക്കുന്നത് ഈ CBSE വിദ്യാർത്ഥികളാണ്. കാരണം സിസ്റ്റമാറ്റിക്കായിട്ട് പരീക്ഷ നടന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് ജയിച്ചു വന്നിരുന്നവർ അതിനെല്ലാം ഭംഗം സംഭവിച്ചിരിക്കുന്നു. ഇത് ഇപ്പോഴേ മറ്റുള്ളവരൊക്കെ പറഞ്ഞ പോലെ അതിൻ്റെ പിന്നിൽ ഈ പറഞ്ഞ നീറ്റിൻ്റെ കാര്യത്തിൽ എന്ന പോലെ തന്നെ ഈ CBSE പരീക്ഷയുടെ കാര്യം വ്യക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇപ്പൊ തെളിവുകൾ പുറത്തുവരുന്നുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ നിങ്ങൾക്കൊക്കെ? ഇപ്പൊ OSM സിസ്റ്റം ഇപ്പൊ CBSEയിൽ വന്നിട്ടുള്ള ഇത്ര പുനർമൂല്യനിർണ്ണയത്തിൽ വന്നിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഈ OSM സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു മെഷറാണ്. ഇപ്പൊ ഒരു ഡെവലപ്മെന്റോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രോഗ്രസീവ് മെഷറിനോ എഗെയിൻസ്റ്റ് നിൽക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പൊ ഇത്രയധികം ആൻസർ ഷീറ്റ്സ് ഡിജിറ്റൈസേഷൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം തന്നെയാണ്. പക്ഷെ ഇത്തരത്തിലൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ വളരെ ഒരു വലിയ മിസ്റ്റേക്ക് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു എന്നതിന്റെ അർത്ഥം നമ്മൾ വീണ്ടും പിന്നിലോട്ട് പോകണം എന്നുള്ളതല്ല, മറിച്ച് അത് കുറച്ചും കൂടി റാക്ടിഫൈ ചെയ്യാനുള്ള മെഷേഴ്സ് എന്ത് ചെയ്യാൻ സാധിക്കും. അപ്പൊ അത് OSM സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആയിട്ടല്ല, മറിച്ച് അതിന്റെ ഇംപ്ലിമേഷനിൽ അല്ലെങ്കിൽ എക്സിക്യൂഷനിൽ നടന്നിട്ടുള്ള പറഞ്ഞതുപോലെ ഇപ്പൊ ഏതാണ്ട് 40 കോടിയോളം ഷീറ്റ്സ് ഉണ്ടായിരുന്നാ പറയുന്നത്. അത്രയും ഷീറ്റുകൾ സ്കാൻ ചെയ്ത് വരുമ്പോൾ അത് ഫാൾ പ്രൂഫ് ആക്കാൻ പറ്റും. കാര്യം ഇപ്പൊ ഈ വേദാന്ത് ശ്രീവാസ്തവ എന്ന് പറഞ്ഞ പയ്യൻസിന്റെ പേപ്പറേ മാറിപ്പോയി. തീർച്ചയായിട്ടും ബോർഡിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള മിസ്റ്റേക്സ് സംഭവിച്ചിട്ടുണ്ട്, അതില്ല എന്നല്ല. പക്ഷേ OSM സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഫെയിലിയർ സിസ്റ്റം ആണ്. അതിന്റെ കൃത്യമായിട്ടുള്ള സ്റ്റഡീസ് ഇപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നു ഈ ഒരു OSM സിസ്റ്റം കൊണ്ടുവരുമ്പോ തന്നെ അല്ല, തീർച്ചയായും ഈ ഇത്രയധികം ഒരു ഡിജിറ്റൈസേഷൻ കൊണ്ടുവരികയാണ്. ഈ ഫിസിക്കൽ ആയിട്ടുള്ള സാധനത്തിൽ നിന്ന് നമ്മൾ ഇത്രയധികം ആൻസർ ഷീറ്റ്സ് ഡിജിറ്റൈസേഷൻ ചെയ്തിട്ട് ഒരു മൂല്യനിർണ്ണയം നടത്തുകയാണ്. എനിക്ക് തോന്നുന്നു ഇതിന്റെ പിന്നിൽ ഇപ്പോൾ ഇതിന് ടീച്ചേഴ്സിന് ഈ ഒരു വിഷയത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയൊരു പിഴവ് എന്ന് പറയുന്നത് ടീച്ചേഴ്സിന് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് അതിന് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.